NCP സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞു. മന്ത്രി AK ശശീന്ദ്രൻ തന്നെ എലത്തൂരിൽ വീണ്ടും ജനവിധി തേടും. ഇപ്പോൾ AK ശശീന്ദ്രൻ റിപ്പോർട്ടറിനൊപ്പം ചേരുകയാണ്. ഈ സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞിരിക്കുന്നു. എലത്തൂരിൽ അങ്ങ് തന്നെ മത്സരിക്കും. ആദ്യ പ്രതികരണം. നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ NCP കേരളത്തിൽ 3 സീറ്റിലാണ് മത്സരിക്കുന്നത്. ആ 3 സീറ്റിലെയും സ്ഥാനാർത്ഥി ആരായിരിക്കണമെന്ന് അന്തിമമായി കേന്ദ്ര പാർലമെന്ററി ബോർഡാണ് നിശ്ചയിക്കുക. അവരുടെ നിർദ്ദേശം ഇന്ന് രേഖാമൂലം ഞങ്ങൾക്കെല്ലാം ലഭിച്ചിട്ടുണ്ട്. അതിൽ എലത്തൂരിൽ ഇപ്പോഴത്തെ MLA തന്നെ, കുട്ടനാടും ഇപ്പോഴത്തെ MLA, മലപ്പുറത്ത് പുതിയൊരു ചെറുപ്പക്കാരൻ, ഇങ്ങനെ 3 പേരുടെ പേരാണ് അംഗീകരിച്ചു വന്നിട്ടുള്ളത്. ആ പേര് ഇനി അതനുസരിച്ച് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നതാണ് ഇനി ചെയ്യാനുള്ളത്. സ്ഥാനാർത്ഥി നിർണയത്തിന്റെ ആദ്യ ഘട്ടത്തിൽ ചില തർക്കങ്ങൾ, ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഇനി എങ്ങനെയാണ് പാർട്ടി ഒറ്റക്കെട്ടായി തന്നെ മുന്നോട്ട് പോകും ഈ തെരഞ്ഞെടുപ്പിൽ? സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ തർക്കം ഏറ്റവും കുറഞ്ഞ മുന്നണി LDF ആണ്. UDF ഇപ്പോഴും തർക്കങ്ങൾ അതിന്റെ പാരമ്യത്തിലെത്തി നിൽക്കുകയാണ്. പക്ഷേ തീരുമാനമെടുക്കേണ്ടവർ അന്തിമമായി തീരുമാനമെടുത്താൽ അതോടുകൂടി തർക്കങ്ങളും അവകാശവാദങ്ങളും അവസാനിപ്പിക്കുക എന്നതാണ് ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ കക്ഷികളുടെ, അതിലെ പ്രവർത്തകന്മാരുടെ സാധാരണ നിലയിലുള്ള നിലപാട്. ആ നിലപാട് ഇപ്പം മാറ്റേണ്ട ഒരു സാഹചര്യമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിമാർ പലരും ഇത്തവണ കളത്തിലിറങ്ങിയാണ്. അപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് അങ്ങയെ സംബന്ധിച്ച് എത്രത്തോളം ഉത്തരവാദിത്വം ഏറിയതാണ്? തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഭാരിച്ച ഉത്തരവാദിത്വം തന്നെയാണ്. കാരണം LDFനെ എലത്തൂരിൽ ജയിപ്പിക്കുക മാത്രമല്ല, LDFനെ കേരളത്തിൽ 3-ാം ഊഴം ഉറപ്പിക്കുക എന്ന രാഷ്ട്രീയ ദൌത്യം കൂടി ഈ ഘട്ടത്തിൽ ഞങ്ങൾക്ക് നിർവഹിക്കാനുണ്ട്. അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയാണ് ഞങ്ങൾ എല്ലാവരും പ്രവർത്തിക്കുക. ഇപ്പോൾ ഈ വനം മന്ത്രി നിലയിൽ ഈ സംസ്ഥാനത്ത് ഉൾപ്പെടെ ചർച്ച ചെയ്ത ഈ വന്യജീവി ആക്രമണമൊക്കെയാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ അത് ഏതെങ്കിലും തരത്തിൽ സ്വാധീനമുണ്ടാക്കും അങ്ങയുടെ മണ്ഡലത്തിലും? എന്റെ മണ്ഡലത്തിൽ അത് പ്രത്യേകമായിട്ട് എന്തെങ്കിലും സ്വാധീനം ഉണ്ടാക്കും തോന്നില്ല. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവരുടെ മുമ്പിലുള്ള എല്ലാ പ്രശ്നങ്ങളും അവർ സ്വയം വിലയിരുത്തുകയും നിഗമനത്തിലെത്തുകയും ചെയ്യുക സ്വാഭാവികമാണ്. ആ കൂട്ടത്തിൽ ഓരോ മന്ത്രിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും പ്രതിപക്ഷത്തിരിക്കുന്നവർ അവരുടേതായ അഭിപ്രായ പ്രകടനങ്ങൾ നടത്താൻ തയ്യാറാകുമെന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും എലത്തൂരിലും കേരളത്തിലും ഒറ്റക്കെട്ടായി തന്നെ LDF ഈ തെരഞ്ഞെടുപ്പിനെ നേരിടും എന്നതാണ് AK ശശീന്ദ്രൻ പറയുന്നത്.